ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം. കാരണം നിങ്ങൾ പഠിക്കുകയും ഒപ്പം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് നോക്കാം. ഇവിടെ 3 പിക്ചേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ. ഡിഫറെൻറ്റ് ഷാഡോസ് ഓഫ് എ ചൈൽഡ് സ്റ്റാൻഡിങ് ഇൻ ആൻ ഓപ്പൺ സ്പേസ് അറ്റ് വേരിയസ് ടൈം ഓഫ് എ ഡേ ആർ ഷോൺ ഇൻ ദ പിക്ചർ. വൈ ഡു ദ ഷാഡോ ഡിഫർ? എന്താണ്, ഒരു ദിവസം ഒരു കുട്ടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈമിൽ ഒരു സ്ഥലത്ത് നിന്നിട്ടുള്ള ഷാഡോ ആണ്. പക്ഷേ ഓരോ ഷാഡോയും ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? It is because of the rotation of the earth from west to east and the sun seems to rise in the eastest in the west. എന്താണ്, സൂര്യൻ നമുക്കറിയാം വെസ്റ്റ് ടു ഈസ്റ്റ് ആണല്ലേ. അപ്പോൾ ആ ഒരു വേരിയേഷൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഷാഡോയിലും നമുക്ക് ഡിഫറൻസ് തോന്നുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റെവല്യൂഷൻ? വാട്ട് ആർ ദ എഫക്റ്റ് ഓഫ് റെവല്യൂഷൻ? എന്താണ് റെവല്യൂഷൻ? അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്, along with a rotation on its axis the earth also moved around the sun. എന്താണ്, എർത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ആക്സിസിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, സണ്ണിന് ചുറ്റും മൂവ് ചെയ്യുന്നുണ്ട്. ദ മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് അറൗണ്ട് ദ സൺ ഈസ് കോൾഡ് റെവല്യൂഷൻ. ഈ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഡ്യൂ ടു ദ റെവല്യൂഷൻ വി എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് സീസൺസ്. ഇതുകൊണ്ടാണ് നമുക്ക് സീസൺസും ക്ലൈമറ്റ് ചേഞ്ചും എല്ലാം ഉണ്ടാകുന്നത്. ഓക്കെ, ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡേയ്സ് വിൽ ദ എർത്ത് ടേക്ക് ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ? ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എർത്ത് എത്ര ടൈം എടുക്കും? 165 ഡേയ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി നമ്പർ 2 ആണ്. ഈച്ച് ക്ലൈമാറ്റിക് റീജിയൻ പൊസസ് ഇറ്റ്സ് യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. അറേഞ്ച് ദ ക്രിയേച്ചേഴ്സ് ഗിവൺ ബിലോ ഇൻ ദയർ റെസ്പെക്റ്റീവ് ക്ലൈമാറ്റിക് റീജിയൻസ്. ഇവിടെ തന്നിട്ടുള്ളത് റെയിൻഡിയർ, ക്യാമൽ, പോളാർ ബിയർ, ഹോംബിൽ, സ്കോർപിയോൺ, ഓർഗാറ്റൂൺ. ഓക്കെ, ഇവിടെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ കാണുന്നത് ഹോർബില്ലും ഓർഗാറ്റൂണുമാണ്. ഹോട്ട് ഡെസേർട്ടിലാണെങ്കിൽ ക്യാമലും സ്കോർപിയോണുമാണ്. ഇനി ടുൻഡ്ര ക്ലൈമാറ്റിക് റീജിയനിലാണെങ്കിൽ റെയിൻഡിയേഴ്സും പോളാർ ബിയറുമാണ് കാണുന്നത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഒയാസിസ് ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. എന്താണ് ഒയാസിസ്? അതിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒയാസിസ് ആർ ദ പ്ലേസസ് വേർ വാട്ടർ ഈസ് അവൈലബിൾ ഇൻ ഹോട്ട് ഡെസേർട്ട്. ഒരു ഹോട്ട് ഡെസേർട്ടിൽ എവിടെയാണോ വാട്ടർ അവൈലബിൾ ആയിട്ടുള്ളത് അതിനെയാണ് നമ്മൾ ഒയാസിസ് എന്ന് പറയാം. പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് ഹ്യൂമൻ habitations are largely concentrated in and around these water bodies. ഈ വാട്ടർ ബോഡീസിന് ചുറ്റുമായിട്ട് പ്ലാന്റ്സും അനിമൽസും അതുപോലെ തന്നെ ഹ്യൂമൻ ജനങ്ങളുടെ ജനവാസവും ഒക്കെ നമുക്ക് കാണാറുണ്ട്. ഇനി ഇന്ത്യൻ ആർക്കിടെക്ചർ ഡെവലപ്ഡ് ത്രൂ ഡിഫറെൻറ്റ് പീരിയഡ്സ്. ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് അസോസിയേറ്റഡ് വിത്ത് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ ഫ്രം ദോസ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ളതിൽ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ഞാൻ വായിക്കാം. ആൻഡ് ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഡെവലപ്ഡ് ബൈ ഇൻകോർപ്പറേഷൻ ദ സ്റ്റൈൽസ് ഓഫ് തുർക്കി, പേർഷ്യ വിത്ത് ഇറ്റ്സ് ഇൻഡോജിനിയസ് സ്റ്റൈൽസ്. ഈ തുർക്കിയുടെയും പേർഷ്യയുടെയും ഒരു ഇൻഡോജീനിക് സ്റ്റൈലാണ് നമ്മുടെ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർക്സ്, ഡോംസ് ആൻഡ് മിനാററ്റ്സ് were the notable features of this style. ഇതൊക്കെ ഈ ആർട്ട് അതുപോലെ തന്നെ മിനാരങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണെന്നാണ് പറയുന്നത്. ഫിഗേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ് were carved for a decorating buildings. ഫ്ലവേഴ്സും അതുപോലെ പ്ലാന്റ്സും എല്ലാം കൊണ്ട് അവരുടെ ഈ ഒരു ബിൽഡിങ്സ് എല്ലാം അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതും ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ ഒരു ഫീച്ചറാണ്. ഇനി അടുത്തത് നോക്കൂ. റൈറ്റ് വൺ എക്സാമ്പിൾ ഈച്ച് ഫോർ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ആൻഡ് ഗോത്തോലിക് സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻസ്. ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിനും ഗോത്തിക് സ്റ്റൈലിനും ഒരു എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിനാണെങ്കിൽ നമുക്ക് താജ്മഹൽ കൊടുക്കാം. ഗോത്തിക് സ്റ്റൈലിനാണെങ്കിൽ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഇൻ കൊച്ചി. ഓക്കെ, അടുത്തത് നോക്കൂ. ദ ഹോട്ട് ഡെസേർട്ട് ആർ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ 20 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഓൺ ബോത്ത് ദ ഹെമിസ്ഫിയേഴ്സ്. 20 ഡിഗ്രിയുടെയും 30 ഡിഗ്രിയുടെയും ലാറ്റിറ്റ്യൂഡിൻ്റെ ഇടയിലാണ് നമ്മുടെ ഹോട്ട് ഡെസേർട്ടുകൾ കാണപ്പെടുന്നത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദ ഡെസേർട്ട്. ഡെസേർട്ടിൻ്റെ ക്ലൈമാറ്റിക് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദോ ദ ഡേ ടെമ്പറേച്ചർ ഹൈ. ഡേ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. നൈറ്റ്സ് ആർ കൂൾ ഹിയർ. നൈറ്റ് എന്ന് പറയുന്നത് വളരെ കൂൾ ആയിരിക്കും. സമ്മേഴ്സ് ആർ വെരി ഹോട്ട് ബട്ട് വെരി ലോ ടെമ്പറേച്ചർ ഇൻ എക്സ്പീരിയൻസ്
ടെമ്പറേച്ചർ ഇൻ വിൻറ്റേഴ്സിൽ വളരെ ലോ ആയിരിക്കും, അതുപോലെ സമ്മേഴ്സിലാണെങ്കിൽ വളരെ ഹോട്ട് ആയിരിക്കും. ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ ഈസ് വെരി ലെസ് ഹിയർ. അവിടെ റെയിൻഫോൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇനി ഇവിടെ കംപ്ലീറ്റ് ദ ടേബിൾ എന്നുള്ളൊരു ആക്ടിവിറ്റിയും കൂടെ ഉണ്ട്. ഡെസേർട്ട് കോണ്ടിനെൻറ്റ്, സഹാറ എവിടെയാണ്? ആഫ്രിക്കയിലാണ്. താറ് ഏഷ്യയിലാണ്. സൗത്ത് അമേരിക്കയിലുള്ള ഡെസേർട്ട് അറ്റക്കാമയാണ്. മൊഹാവെ ഉള്ളത് നോർത്ത് അമേരിക്കയിലാണ്. ഓക്കെ, ഇനി 7th ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് മിഡീവൽ ഇന്ത്യൻ ടെമ്പിൾസ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ചേഞ്ചസ് ദാറ്റ് ഒക്യൂർഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ടെമ്പിൾസ്. ഇവിടെ തന്നിട്ടുള്ളത് മിഡീവൽ ഇന്ത്യൻ ടെമ്പിൾസിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ കൺസ്ട്രക്ഷനിലും വരുന്ന ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ്, ടെമ്പിൾസ് ആർ കാവ്ഡ് ഔട്ട് ഓഫ് എ സിംഗിൾ റോക്ക്, ഒരു സിംഗിൾ റോക്കിലായിരുന്നു. ടോൾ ടെമ്പിൾസ് വെർ എ കൺസ്ട്രക്റ്റഡ് യൂസിങ് എ ചൈസ്ഡ് റോക്ക്, പിന്നെ അവർ ആ ഒരു റോക്കിനെയെല്ലാം മിനുസപ്പെടുത്തിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ദ സ്റ്റൈൽ ഓഫ് അഡോറിംഗ് ടെമ്പിൾ വാസ് വിത്ത് എ സ്കൾപ്ചേഴ്സ്, പിന്നെ അവിടെ സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ചോള കിങ് കൺസ്ട്രക്റ്റഡ് ദ ബൃഹദീശ്വര ടെമ്പിൾ? ആരാണ്? രാജരാജ ചൗള. ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് എ കാമാഖ്യ ടെമ്പിൾ ലൊക്കേറ്റഡ്? ആസാമിലാണ്. ഓക്കെ, ഇനി അടുത്തത്, ദ സോഷ്യൽ സിസ്റ്റം ഇൻ മിഡീവൽ യൂറോപ്പ് ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ലാൻഡ് ഓണർഷിപ്പ് ഈസ് കോൾഡ് ഫ്യൂഡലിസം. ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് എ മിഡീവൽ യൂറോപ്യൻ സൊസൈറ്റി ഈസ് ഗിവൺ ബിലോ, അറേഞ്ച് ദം ദ ഫ്ലോ ചാർട്ട്. ഇവിടെ അവരുടെ ഇപ്പോൾ നമ്മൾ ഫ്യൂഡലിസം അറിയാം, അവരുടെ ആരുടെ കയ്യിലാണോ ഭൂമിയുള്ളത് അതിനനുസരിച്ചിട്ടായിരുന്നു നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഫസ്റ്റ് കിങ് വരും, പിന്നെ അതിനുശേഷം ലോഡ് വരും, പിന്നെ ലെസർ ലോഡ്, ദെൻ ഫാമർ, അങ്ങനെയല്ലേ? യെസ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ വേസ്റ്റ് ഏരിയാസ് ഓഫ് ഓൺഡ് ബൈ ദ ലോഡ്സ് വേർ കോൾഡ് മാനർ. വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ മാനർ? എന്താണ് മാനർ എന്ന് പറയുന്നത്? ദ എക്സ്റ്റെൻസീവ് ഏരിയാസ് ഒക്യുപ്പൈഡ് ബൈ ദ ലോഡ്സ് കോൾഡ് മാനർ. ഇൻ ഈച്ച് മാനർ ദർ വേർ എ മെഡോസ്, മാനർ ഹൗസ്, ദ മിൽസ്, ഹട്ട്സ് ഓഫ് ഫാമേഴ്സ്, എനി പ്ലേസ് ഓഫ് വർഷിപ്പ്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഒരു മാനർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മലയാളം മീഡിയം കുറച്ച് നോക്കാം. തുറസായ സ്ഥലത്ത് നിൽക്കുന്ന കുട്ടി ഒരു ദിവസം വിവിധ സമയങ്ങളിലെ നിഴലുകളാണ് ചിത്രത്തിൽ കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ നിഴലുകൾക്ക് വ്യത്യാസം വരുന്നത്? ഭൂമിയുടെ ഭ്രമണം മൂലം സൂര്യൻ കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്താണ് പരിക്രമണം? പരിക്രമണത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാം? ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലയം വെക്കുകയും ചെയ്യുന്നു. ഇതിന് പരിക്രമണം എന്ന് പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതും ഋതുഭേദങ്ങൾ സംഭവിക്കുന്നതും ഇതുമൂലമാണ്. ഇനി ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 365 ദിവസമാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ജീവികളെ അവ ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല തിരിച്ചറിഞ്ഞ് പട്ടികപ്പെടുത്തുക. മധ്യരേഖ കാലാവസ്ഥയിൽ വേഴാമ്പൽ, ഒറങ്ങൂട്ടൻ. ആൻഡ് ഉഷ്ണമേഖല മരുഭൂമികളിൽ ഒട്ടകം, തേള്. ത്രിദ്രമേഖലയിൽ ധ്രുവക്കരടി, റെയിൻഡിയർ. ഇനി അടുത്തത് മരുപ്പച്ചകളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. മരുഭൂമിയിലെ ജലലഭ്യമായ പ്രദേശമാണ് മരുപ്പച്ച. മരുപ്പച്ചകളിൽ സസ്യങ്ങളും ജന്തുക്കളും ജനവാസ മേഖലകളും കാണപ്പെടുന്നു. ഓക്കെ, ഇനി അടുത്തത് വിവിധ കാലഘട്ടങ്ങളിലൂടെ വികാസം പ്രാപിച്ചതാണ് ഇന്ത്യയിലെ വാസ്തുവിദ്യാരീതി എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയുമായി ബന്ധപ്പെട്ടത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ആൻസേഴ്സ് മാത്രം വായിക്കാം. തുർക്കി, പേർഷ്യ എന്നീ രാജ്യങ്ങളുടെ ശൈലികളും തദ്ദേശീയമായ ശൈലികളും സമന്വയിപ്പിച്ച് ഉണ്ടായ വാസ്തുവിദ്യാ ശൈലിയാണ്. കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും ഈ ശൈലിയുടെ സവിശേഷതകളാണ്. കെട്ടിടങ്ങളിൽ അലങ്കാരത്തിന് വേണ്ടി പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചു. ഇനി അടുത്തത് ഇൻഡോ ഇസ്ലാമിക് ഗോതിക് ശൈലിക്കും ഒരു എക്സാമ്പിൾ കൊടുക്കാനാണ്. ഇൻഡോ ഇസ്ലാമിക്കിനാണെങ്കിൽ താജ്മഹൽ പറയാം, ഗോതിക് ശൈലിക്ക് നമുക്ക് സെൻറ്റ് ഫ്രാൻസിസ്കോ ചർച്ച് ഇൻ കൊച്ചി. ഓക്കെ, ഇനി അടുത്തത് മധ്യകാല ഇന്ത്യയിലെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലൂടെ വികാസം പ്രാപിച്ചതാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് ക്ഷേത്ര നിർമ്മാണ രീതിയിലുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കണം. അഥവാ നമുക്കറിയാം ഫസ്റ്റ് എന്ന് പറയുന്നത് ഒറ്റ കല്ലിൽ കൊത്തിയെടുത്തവയായിരുന്നു, പിന്നെ ചെത്തിയ പാറകളായിരുന്നു, പിന്നെ ബഹുനില കെട്ടിടങ്ങളായിരുന്നു. ഓക്കെ, പച്ചക്കറി കൊത്തിയെടുത്തതല്ല, ഒറ്റ കല്ലിൽ കൊത്തിയെടുത്തത്. ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ഓക്കെ, സോറി. ദെൻ ക്ഷേത്ര നിർഭിത്തികൾ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇതിലെ ബി ചോദ്യം, ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ചത് ഏത് ചോള രാജാവിൻ്റെ കാലത്താണ്? രാജരാജ ചോളൻ്റെ കാലത്താണ്. കാമാക്ഷി ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആസാമിലാണ്. ഓക്കെ, ഇനി അടുത്തത് മധ്യകാല യൂറോപ്യൻ സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വിവിധ വിഭാഗങ്ങളാണ്. അപ്പോൾ രാജാവ് വരും, അതിനുശേഷം ആരാണ്? പ്രഭുക്കന്മാർ വരും, പിന്നെ ഇടപ്രഭുക്കന്മാർ വരും, പിന്നെ കർഷകർ വരും. ഇനി പ്രഭുക്കന്മാരുടെ കൈവശം ഉണ്ടായിരുന്ന വിശാലമായ പ്രദേശമാണ് മാനർ എന്ന് പറയുന്നത്. എന്താണ് മാനർ? കൃഷിഭൂമി, മേച്ചിൽ സ്ഥലങ്ങൾ, പ്രഭുവിൻ്റെ വലിയ വീട്, മില്ലുകൾ, കർഷകരുടെ കുടിലുകൾ, പ്രാർത്ഥനാലയം തുടങ്ങിയതാണ് ഒരു മാനർ എന്ന് പറയുന്നത്.
അടുത്തത് വി ഹാവ് അറൈവ്ഡ് അറ്റ് കൺക്ലൂഷൻ അബൌട്ട് ദ ഷേപ്പ് ഓഫ് എർത്ത് ത്രൂ വേരിയസ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റ്സ്. Nowadays we have many scientific evidences about the shape of earth. The spherical shape of earth is slightly flattened at the poles and a bulge at the equator. വാട്ട് ഈസ് ദ സ്ഫെറിക്കൽ ഷേപ്പ്? ആ സ്ഫെറിക്കൽ ഷേപ്പിന് നമ്മൾ എന്താ പറയുക? ജിയോയിഡ് എന്നാണ് പറയുക. Then some concepts related to the shape earth are given below. Arrange these concepts from the ancient to modern. ഇവിടെ എർത്തിൻ്റെ ആ ഒരു ഷേപ്പിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് Thales believed that earth is a sphere that floats on water. സെക്കൻഡ് വരുന്നത് ഗ്രേറ്റ് ഫിലോസഫേഴ്സ് Pythagoras and Aristotle established that earth is spherical in shape. തേർഡ് വൺ വരുന്നത് ആര്യഭട്ട strongly believed that the shape of earth is spherical and spins on an imaginary axis. ലാസ്റ്റ് വരുന്നത് Magellan's voyage around the world provided that earth is spherical in shape. ഓക്കെ, ഇതാണ് അതിൻ്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലാറ്റിറ്റ്യൂഡ്, ദ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് റണ്ണിങ് അലോങ് ദ മിഡിൽ ഓഫ് ദ ഗ്ലോബ് ഈസ് ദ ലോങ്സ്റ്റ് വൺ. ഇറ്റ് ഈസ് കോൾഡ് ദ ഇക്വേറ്റർ. ദ ആംഗുലർ മെഷർമെൻറ്റ് ഓഫ് ദ ഇക്വേറ്റർ ഈസ് 0 degree. ലാറ്റിറ്റ്യൂഡിനൽ സർക്കിൾസ് ബിക്കം സ്മോളർ വെൻ ദേ ഗോ ടു ദ പോൾസ്. 90 degree north and 90 degree south are not circles, they are points. They are a north and south poles. Latitude are drawn parallel to the equator. They appear like a circle. Okay, ഇനി കുറച്ച് ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പിൻഗമികളുടെ ജീവിത രീതിയിൽ പ്രകൃതി എങ്ങനെയെല്ലാമാണ് സ്വാധീനിക്കുന്നത്? കസാവ, മരച്ചീനിയാണ് പിൻഗമികളുടെ മുഖ്യ ഭക്ഷണം എന്ന് പറയുന്നത്. കൂടാതെ കായ്കനികളും വേട്ടയാടി കിട്ടിയ മാംസവും അവർ ഭക്ഷണമാക്കാറുണ്ട്. ഇവർ മാനിൻ്റെ തുകലും ഇലകളും വസ്ത്രങ്ങളായി ഉപയോഗിക്കാറുണ്ട്. മരച്ചില്ലകളും വലിയ ഇലകളും ഓലകളും കൊണ്ട് അർദ്ധവൃത്താകൃതിയിൽ ഇവർ വീടുണ്ടാക്കുന്നു. ഇനി പിൻഗമികളുടെ മുഖ്യ അധിവാസ മേഖല എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപവും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലോട് കൂടിയ മഴയും വൻമരങ്ങൾ വള്ളിപ്പടർപ്പുകൾ ഇവയ്ക്കാണ് പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പിൻഗമികളുടെ മുഖ്യ അധിവാസ കേന്ദ്രമായ ഇത് നമ്മൾ പറഞ്ഞതാണ്. എന്തായിരിക്കും മേൽപ്പറഞ്ഞ സവിശേഷതയ്ക്ക് കാരണം? ഇങ്ങനെ ഇടിമിന്നലോട് കൂടിയ മഴയും ഒക്കെ കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതാണ് കോങ്കോ നദീതടത്തിലെ കാലാവസ്ഥാ സവിശേഷതകൾക്ക് കാരണം. ഈ കാലാവസ്ഥാ സവിശേഷതകളാണ് ഇവിടുത്തെ സമ്പന്നമായ സസ്യജന്തു വൈവിധ്യങ്ങൾക്ക് കാരണമാകുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം, മധ്യരേഖ നിത്യഹരിത വനങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മധ്യരേഖ നിത്യഹരിത വനങ്ങളിൽ മഹാഗണി, എബണി, റോസ്വുഡ് തുടങ്ങിയ കാഠിന്യമേറിയ മരങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു. വൻമരങ്ങൾ കൊണ്ട് സമൃദ്ധമായ മധ്യരേഖ വനമേഖലയിൽ ഓരോ ചതുരശ്ര മീറ്ററെങ്കിലും 1000-ലധികം വിവിധ സസ്യവർഗ്ഗങ്ങൾ ഇടതൂർന്ന് വളരുന്നു. ആൾക്കുരങ്ങുകൾ, ലെമർ, ഓറാങ്കൂട്ടൻ തുടങ്ങിയ കുരങ്ങുവർഗ്ഗങ്ങൾ, മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഇഴജന്തുക്കൾ, വെള്ളക്കെട്ടുകളിൽ ജീവിക്കുന്ന നീർക്കുതിര, ചീങ്കണ്ണി തുടങ്ങിയ ജന്തുക്കൾ, പക്ഷിവർഗ്ഗത്തിൽപ്പെട്ട തത്ത, വേഴാമ്പൽ എന്നിങ്ങനെ വൈവിധ്യപൂർണ്ണമാണ് ഇവിടുത്തെ ജന്തുജാലങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് മരുപ്പച്ചകൾ എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മരുഭൂമിയിലെ ജലലഭ്യമായ പ്രദേശങ്ങളെയാണ് നമ്മൾ മരുപ്പച്ചകൾ എന്ന് വിളിക്കുന്നത്. ഒറ്റപ്പെട്ട് കാണുന്ന ഈ ജലാശയങ്ങളെ ചുറ്റിപ്പറ്റി സസ്യങ്ങളും ജന്തുക്കളും ജനവാസ മേഖലകളും കാണപ്പെടുന്നു. ഉഷ്ണ മരുഭൂമികളിൽ മരുപ്പച്ച കേന്ദ്രീകരിച്ച് മാത്രമാണ് സ്ഥിര ജനവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈജിപ്തിനെ നമ്മൾ നൈലിൻ്റെ ദാനം എന്ന് പറയുന്നത്? ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നത് മതിയായ കാരണമുണ്ട്. നൈൽ തടം ഒഴികെ മറ്റു പ്രദേശങ്ങളെല്ലാം മരുഭൂമിയാണ്. പ്രാചീന സംസ്കാര പിറവിക്ക് സാക്ഷ്യം വഹിച്ചു എന്ന് മാത്രമല്ല ഈ രാജ്യത്തെ കൃഷിയോഗ്യമാക്കുന്നതും നൈൽ നൽകുന്ന ജീവജലവും ഫലഭൂയിഷ്ടമായ മണ്ണുമാണ്. ലോകത്തെ ജനസാന്ദ്രമായ മേഖലകളിൽ ഒന്നാണ് നൈൽ തടം എന്ന് പറയുന്നത്. ഇനി ഒട്ടകങ്ങളെ എന്തുകൊണ്ടാണ് മരുഭൂമിയിലെ കപ്പൽ എന്ന് പറയുന്നത്? മരുഭൂമിയിലെ പ്രധാന മൃഗം ഒട്ടകമാണ്. ചുമടുകൾ കൊണ്ടുപോകുന്നതിനും സഞ്ചാരത്തിനും മരുഭൂമികളിൽ ഒട്ടകങ്ങളെയാണ് ആശ്രയിക്കാറ്. അതിനാലാണ് ഇവയെ മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി മരുഭൂമികളിൽ ഒട്ടകങ്ങൾ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ശരീരത്തിന് ആവശ്യമായ ജലം സംഭരിച്ച് സൂക്ഷിക്കാനുള്ള അറകൾ ഇവയുടെ ശരീരത്തിലുണ്ട്. ഇതുകൂടാതെ ശരീര താപനില മിതമായി നിലനിർത്താനുള്ള കഴിവ് കൊണ്ട് ഒട്ടകങ്ങൾ മരുഭൂമിയിലെ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നു. ചേർന്നിരിക്കുന്ന കാൽവിരലുകൾ മണലിൽ പുതയാതെ സഞ്ചരിക്കുന്നതിന് സഹായകമാണ്. ഇരട്ട കൺപോളകളും നീണ്ട കൺപീലികളും മണൽക്കാറ്റിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു.
ഓക്കെ, ഇനി അടുത്തത് തുദ്രമേഖല എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന ഈ മേഖലയെയാണ് നമ്മൾ ധ്രുതമേഖല എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് തീരെ കുറഞ്ഞ മഴയും വിരളമായ സസ്യജാലങ്ങളും വളരെ കുറഞ്ഞ ജനവാസവുമുള്ള ഈ മേഖല ഒരു ശീത മരുഭൂമിയാണ്. ജൂൺ മാസത്തിൽ അപൂർവമായി അനുഭവപ്പെടുന്ന 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന താപനില എന്ന് പറയുന്നത്. ഇനി തുദ്ര കാലാവസ്ഥാ മേഖല ഏതെല്ലാം വൻകരകളിലാണ്? വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും ഏഷ്യയിലുമാണ്. ഇനി അടുത്തത് വസ്ത്രധാരണത്തിൻ്റെ പ്രത്യേകതകളെ കാലാവസ്ഥാ നിർണായകമായി സ്വാധീനിക്കുന്നു. മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തെ ആസ്പദമാക്കി പ്രസ്താവന സാധൂകരിക്കുക. അപ്പോൾ ഓരോ കാലാവസ്ഥക്കനുസരിച്ചും ഓരോ വസ്ത്രങ്ങളായിരിക്കും ധരിക്കുന്നത് അല്ലേ. അപ്പോൾ മരുഭൂമി നിവാസികൾ പൊതുവെ ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കുക. മറക്കുന്ന ശിരോവസ്ത്രങ്ങൾ ഇവരുടെ വസ്ത്രധാരണത്തിൻ്റെ പ്രത്യേകതയാണ്. സൂര്യപ്രകാശം, പെട്ടെന്നുള്ള മണൽ, കൊടുങ്കാറ്റുകൾ എന്നിവയിൽ നിന്ന് തലപ്പാവ് അവരെ സംരക്ഷിക്കുന്നു. അയഞ്ഞ വസ്ത്രം വിയർപ്പിൻ്റെ ബാഷ്പീകരണത്തെ മന്ദീഭവിപ്പിക്കുകയും ശരീരത്തെ തണുപ്പിക്കുകയും ചെയ്യുന്നു. ഇളം നിറമുള്ള വസ്ത്രങ്ങൾ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയും ചർമ്മത്തിൻ്റെ താപനില കുറയ്ക്കുകയും ചെയ്യുന്നു. ഇനി ഇംഗ്ലീഷ് മീഡിയം നോക്കാം. വാട്ട് ഈസ് നോൺ ആസ് ഇക്വേറ്റർ ക്ലൈമറ്റിക് റീജിയൻ? ദ റീജിയൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ 10 degree north and 10 degree south equator is known as the equatorial climatic region. The equatorial climatic region is generally sparsely inhabited. Why? Climatic is not as comfortable as other regions. Most of the animals in equatorial forest are there dwellers. Why? Most of the animals in the equatorial forest are tree dwellers because more than 1,000 species of plants grow densely in every square kilometers area of the equatorial forest region. Okay, അതുകൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ ഡ്വെല്ലേഴ്സ് ഉള്ളത്. വൈ ദ ഫോറസ്റ്റ് ഇസ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയൻ ആർ കോൾഡ് ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ്? ദ ട്രീസ് ഈസ് ദീസ് ഫോറസ്റ്റ് ഡു നോട്ട് ഷെഡ് their leaves owing to high atmospheric temperature and a copious rainfall. Hence these forests are called equatorial evergreen forest. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്. ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത്രയും ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.